നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലതും ആഗ്രഹിക്കാറുണ്ട്, ആഗ്രഹിച്ച് നടക്കാത്തതുണ്ട്. എന്നാൽ കുറച്ച് നടന്നിട്ട് പാതി വഴിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ ഇട്ടേച്ച് പോയവരുണ്ട്. പലരും പറയാറുണ്ട്, അയ്യോ അതെനിക്ക് എടുത്താ പൊന്താത്തതാ, എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല, ഒരിക്കലും നടക്കൂല എന്നുള്ളത്. സത്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ അല്ലെങ്കിൽ നടത്താൻ കഴിയുമോ? വളരെ സിമ്പിളാണ്. അതിനൊരു സീക്രട്ട് പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റുന്നതാ. അതിൽ യാതൊരു സംശയവും വേണ്ട. അതല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു കാര്യം നടക്കൂല. അങ്ങനെ അത്ര വലിയ ഭാരമാണ്, ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ എന്നാൽ പാസ്വേഡ് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര സീക്രട്ട് ഒന്നുമല്ല, എന്ന് മനസ്സിലാക്കാതെ പോകുന്ന വലിയ ഒരു സീക്രട്ട് തന്നെയാണത്. എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു 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 കാര്യത്തിനെ നടത്തണം അല്ലെങ്കിൽ എനിക്ക് നേടി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പൊടുന്നനെ ഒരൊറ്റടിക്ക് അത് നടക്കണം എന്ന് വിചാരിക്കരുത്. അതോടുകൂടി അതവിടെ എന്താകും? ഡൗൺ ആകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യുക. അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് ചേഞ്ച് ജീവിതത്തിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് 1% തുടങ്ങുക. 1% തുടങ്ങുക. അതല്ല പെട്ടെന്ന് 50% മാറ്റം വരുത്തണം അല്ലെങ്കിൽ 100% മാറ്റം വരുത്തണം അല്ലെങ്കിൽ പെട്ടെന്ന് 50% വിജയത്തിലെത്തണം, 100% വിജയത്തിലെത്തണം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ താങ്ങാൻ കഴിയില്ല. ആ കപ്പാസിറ്റി ഉള്ളവരുണ്ട് കേട്ടോ, പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അത് കഴിയാറില്ല. ഇപ്പൊ പല ആളുകളും തടി കുറക്കാൻ വേണ്ടി നടന്നിട്ട് പിന്നെ തടി കൂടുന്നത് കാണാം. കാരണം കുറച്ച് ദിവസം തടി കുറക്കാൻ വേണ്ടി ജിമ്മിൽ പോകും, ചാടും, ഓടും, ഇതിനെ കൊണ്ട് പറ്റൂല. എന്നാ വിശപ്പിനാണെങ്കിലോ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് അടിച്ച് കയറും. എന്നിട്ട് അങ്ങനെ നന്നായിട്ട് തടിച്ചിട്ട് എല്ലാവിധ ആഗ്രഹങ്ങളും വിട്ടേച്ചിട്ട് സങ്കടപ്പെട്ട് നടക്കുന്നത് കാണാം. അപ്പൊ എനിവേ, ഏത് വിഷയമാണെങ്കിലും 1% തുടങ്ങണം എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ കാലത്ത് എണീക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ ലേറ്റ് ആയിട്ട് ഉറങ്ങിയിട്ടും പല കാര്യകാരണങ്ങളെ കൊണ്ടും ഇനി നേരത്തെ ഉറങ്ങിയാൽ തന്നെ 7 മണിക്കൊക്കെ ഉണരുന്ന ആളുകളുണ്ട്. അവരെത്ര ശ്രമിച്ചാലും കാലത്ത് നേരത്തെ ഉണരാൻ കഴിയാറില്ല എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാ? അവരേതെങ്കിലും ദിവസം ഒരു 5 മണിക്ക് ഉണരണം എന്ന് വിചാരിച്ചിട്ട് അലാറം വെച്ച് 5 മണിക്ക് ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തലവേദനയായിരിക്കാം, ഭയങ്കര തളർച്ചയായിരിക്കാം, ക്ഷീണമായിരിക്കാം, അല്ലെങ്കിൽ ഉറക്കം വരലായിരിക്കാം. എന്തുകൊണ്ടാണ്? അവർ പെട്ടെന്ന് 5 മണിയിലേക്ക് മാറ്റം വരുത്തിയത് കൊണ്ടാണ്. അവിടെ 1% മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ 7 മണിക്കാണ് സാധാരണ ഉണരാറ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 6:55 അല്ലെങ്കിൽ വേണ്ട ഒരു 6:50 ഉണരുക. 10 മിനിറ്റ് നേരത്തെ ഉണർന്നാൽ മതി. അത് മതി. ഫസ്റ്റ് തന്നെ 4 മണിക്ക് അലാറം വെച്ച് 4 മണിക്ക് ഉണരുക അല്ലെങ്കിൽ 5 മണിക്ക് ഉണരുക ചെയ്യരുത്. അത് വലിയ ക്ഷീണത്തിലേക്കും നമുക്ക് പിന്നീട് ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു താല്പര്യം തന്നെ ഇല്ലാതാകും. അപ്പൊ 6:50 ഉണരാൻ ശ്രമിക്കുക. അപ്പൊ വലിയ ക്ഷീണം ഉണ്ടാവില്ല. 10 മിനിറ്റ് നേരത്തെ അല്ലേ. പിന്നെ 1-2 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് 6:40, പിന്നെ 6 മണിക്ക്, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് 1-2% ചേഞ്ച് വരുത്താനേ, മാറ്റം വരുത്താനേ പാടുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏത് താളത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. ഇനിയിപ്പോ നമ്മള് ചില കാര്യങ്ങൾ പറയും, അയ്യോ ഒരിക്കലും എന്നെ കൊണ്ട് കഴിയില്ല, അതെങ്ങനെ താങ്ങിയ പൊന്താവന? അതൊരൊറ്റ അടിക്ക് ശ്രമിക്കുന്നത് കൊണ്ടാ. ഏത് കാര്യങ്ങളും നിങ്ങൾ നോക്കൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ വീട്ടില് ഒരു 100 kg അരിയുടെ അല്ലെങ്കിൽ ഒരു 100 kg ഭാരമുള്ള ഒരു ചാക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ അരിയാണോ പഞ്ചസാര എന്തെങ്കിലും ആവട്ടെ, അത് നമ്മളോട് അങ്ങോട്ട് കൊണ്ടുവെക്കാൻ പറഞ്ഞ നമ്മളോട്, അയ്യോ ഇത് പൊന്തണില്ല, എന്നെ കൊണ്ട് പറ്റൂല, എന്തൊരു ഭാരമാണ്, എന്നിട്ട് എന്നെ കൊണ്ട് പറ്റൂല, 100 kg എനിക്ക് ചലിപ്പിക്കാൻ കഴിയില്ല, എടുത്തു മാറ്റി വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അത് ഇട്ടേച്ച് പോവും. ആ സാധനം അവിടെ ഇരിക്കുന്നുണ്ടായേക്കാം. അപ്പൊ എന്താണ് നമ്മുടെ ഉള്ളിൽ, അതൊന്നും എന്നെ കൊണ്ട് താങ്ങിയ പൊന്തൂല. എന്നാൽ അത് എടുത്തിട്ട് 100 കിലോ ഒറ്റയടിക്ക് അപ്പുറത്തെ റൂമിൽ അല്ലെങ്കിൽ അപ്പുറത്തെ സ്ഥലത്തോ കൊണ്ടുവെക്കാൻ ശ്രമിക്കരുത്. അത് 4 മാറ്റൂ. എന്ന് പറഞ്ഞാൽ 25 കുറച്ച് സമയം കൂടുതൽ എടുത്താലും നിങ്ങൾക്ക് ആ 100 കിലോ അരി അല്ലെങ്കിൽ പഞ്ചസാരയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റൊരു റൂമിലേക്കോ അതല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്കോ മറ്റൊരു സ്ഥലത്തിലേക്കോ കൊണ്ടെത്തിക്കാൻ കഴിയും. നേരെ മറിച്ച് ആ 100 കിലോ എന്നെ കൊണ്ട് പൊന്തൂല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നാലാണ് അതൊന്നും ചലിപ്പിക്കാൻ പറ്റാതാവുക. അപ്പൊ ഏതൊരു കാര്യം അങ്ങനെയാണ്. ഇപ്പൊ തടി കുറയ്ക്കാൻ വേണ്ടി ജിമ്മിൽ പോകുന്ന ആളുകളുണ്ട്. ഫസ്റ്റ് തന്നെ തിന്നിട്ട് ഇതിമലൊക്കെ കയറും, എന്നിട്ട് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി വേർത്ത് 2 ദിവസം കഴിഞ്ഞ് കാലും കൈയൊക്കെ വേദനിച്ചിട്ട് അയ്യോ എന്നെ കൊണ്ട് വയ്യ, പിന്നെ 4 ദിവസത്തിന് പോകൂല, പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം പോകും, പിന്നെ പോക്കൂല്ല. നമ്മൾ ഫസ്റ്റ് ഡേ ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു ചേഞ്ച്, നമ്മൾ തീരെ എക്സസൈസ് ചെയ്യാത്ത, വ്യായാമം ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവിടെ പോയിട്ട് ചെറിയ രീതിയിലൊക്കെ ചെയ്ത് വീട്ടിലോട്ട് വരിക. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സമയം കൂടുതലെടുത്ത് പിന്നെ ഭക്ഷണം നിയന്ത്രിച്ച് തടി കുറയ്ക്കാൻ കഴിയും.
എല്ലാം കഴിയുന്നത് തന്നെയാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൽ പൊടുന്നനെ പണക്കാരാവണം, പൊടുന്നനെ സൗന്ദര്യമുള്ളവരാവണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ. സൗന്ദര്യം, പെട്ടെന്ന് സൗന്ദര്യം വേണം എന്ന് തീരുമാനിച്ചിട്ട് മുഖത്ത് അതും ഇതൊക്കെ വാരി തേച്ചിട്ടും പല ക്രീമുകൾ തേച്ചിട്ടും പല ചികിത്സ നടത്തിയിട്ടും പിന്നീട് മുഖം കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുക. പിന്നെ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് അത്രയും സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിച്ച് സ്ഥിരമായിട്ട് പുറത്തിറങ്ങിയിട്ട് എപ്പോഴെങ്കിലും ഈ സാധനം ഉപയോഗിക്കാതെ പുറത്തിറങ്ങി കഴിഞ്ഞ ആൾക്കാർ ചോദിക്കുകയാണ്, സുരേഷ് ഗോപി ചോദിച്ച പോലെ, ആരാ താൻ ആരാ? ഈ ചോദ്യം നമ്മളോട് ചോദിക്കേണ്ടി വരിക. കാരണം സ്ഥിരമായിട്ട് അത്രയും പുട്ടിട്ടിട്ടും അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ ചേഞ്ച് വരുത്തിയിട്ടാണ് പിന്നെ ഒരു ദിവസം ഈ സൗന്ദര്യ വസ്തുക്കൾ കയ്യിലില്ലാത്ത സമയത്ത് പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരിക്കലും പരിചയമില്ലാത്തൊരു മുഖമായിട്ട് മാറുകയാണ്. അപ്പൊ സൗന്ദര്യത്തിൽ നമുക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിലും രാത്രിയിൽ നേരത്തെ ഉറങ്ങുക, അതേപോലെ തന്നെ രാത്രിത്തെ ഭക്ഷണം നിയന്ത്രിക്കുക, വ്യായാമങ്ങൾ ചെയ്യുക, കൂടുതൽ നമ്മൾ അശ്രദ്ധയിലൂടെ അവിടെ ഇവിടേക്ക് ഇരുന്നിട്ട് കൂടുതൽ വെയിൽ കൊള്ളുകയോ അതല്ലെങ്കിൽ പൊടിപടലങ്ങൾ ഏൽക്കുന്ന കാര്യങ്ങളോ ഒക്കെ, അങ്ങനെ കുറെ ശ്രദ്ധകൾ നമ്മളുകളിൽ ഉണ്ട് എങ്കിൽ കുറെയൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിനാവട്ടെ, മനസ്സിനാവട്ടെ, സൗന്ദര്യത്തിനാവട്ടെ, ഏത് കാര്യത്തിലും ചേഞ്ച് വരുത്താൻ കഴിയും. ഇപ്പൊ ഒരു കോഴ്സ് നമുക്ക് എടുത്തിട്ട് അത് പെട്ടെന്ന് വിജയിക്കണം, ഒരു പക്ഷെ നടക്കില്ല. നേരെ വെച്ച് ഒരു വർഷത്തിൽ ഒരു പേപ്പർ എഴുതിയാൽ മതി. 4 വർഷം കൊണ്ട് 4 പേപ്പർ ആണെങ്കിൽ 4 വർഷം കൊണ്ട് ആ കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റൂലേ? എന്നെ കൊണ്ട് പറ്റൂല, ഇതൊക്കെ എങ്ങനെ നടക്കാനാ, എങ്ങനെ പഠിച്ചുണ്ടാക്കാനാ എന്ന് പറഞ്ഞ് അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. 4 അല്ല 5 അല്ല 10 വർഷം കഴിഞ്ഞാലും ആ ഡിഗ്രി പാസ്സാവാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, ആ കോഴ്സ് പൂർത്തിയാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായത് എന്നേക്കുമായി അസ്തമിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. അപ്പൊ ഇതാണ് ആ രഹസ്യം. ഏത് രഹസ്യം? നമ്മുടെ ജീവിതത്തിൽ എന്ത് ചേഞ്ച്, നമ്മുടെ സ്വഭാവത്തിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഏത് കാര്യങ്ങളിലാവട്ടെ ചേഞ്ച് വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ 1% നിന്ന് തുടങ്ങുക, ഘട്ടം ഘട്ടമായിട്ട് തുടങ്ങുക. അതല്ലാതെ ഒരൊറ്റടിക്ക് ഞാൻ അതുകൊണ്ട് നിർത്തും എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം നിർത്തും, പിന്നെ പഴയതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് വരും. അത് ദേഷ്യത്തിന്റെ കാര്യമാണെങ്കിലും പ്രണയത്തിന്റെ കാര്യമാണെങ്കിലും, പ്രണയം പോലും ഒറ്റടിക്ക് പ്രണയിച്ച് അങ്ങ് പോകരുത്. അങ്ങനെയാണ്. അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് 2 ദിവസം കൊണ്ട് ഫോൺ നമ്പർ അങ്ങോട്ട് കൊടുത്ത് കൈമാറി, അത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് പിന്നെ അങ്ങോട്ട് എന്ത് ഒട്ടലായിരിക്കും എന്നറിയോ? പിന്നെ കാണാതെ അങ്ങനെ വല്ല അവാർഡ് സിനിമ പോലെ വിളിച്ചാൽ ഫോൺ ഇങ്ങനെ ബെല്ലടിക്കുണ്ടാവും, എടുക്കാനാണില്ല. മടുത്തുപോയി. നേരെ മറിച്ചിട്ട് നമ്മുടെ വിലപ്പെട്ട സമയം കവർന്നെടുക്കാൻ ആരെയും സമ്മതിക്കരുത്. ഞാൻ കുറച്ച് തിരക്കിലാട്ടോ, ഒരു 5 മിനിറ്റ് സംസാരിക്കുക. നമ്മുടെ സംസാരം കേൾക്കാൻ അവർ കൊതിച്ചുകൊണ്ടിരിക്കണം, ആണാവട്ടെ പെണ്ണാവട്ടെ. ഇതാതില്ല എടുത്ത് ഹലോ പിന്നെന്താ അങ്ങനെ നേരം പുലരുവോളം വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞ് അങ്ങോട്ട്. അപ്പൊ പിന്നെ ഭയങ്കര ആർത്തിയൊക്കെ ആയിരിക്കും കേട്ടോ. അടുത്ത ദിവസം നേരം രാത്രിയാവാന് അങ്ങോട്ടാവാൻ ഫലത്തിൽ കുറെ ദിവസം കഴിഞ്ഞ പിന്നെ ഫോണും ഇല്ല, സംസാരവും ഇല്ല, ചിരിയും ഇല്ല, കളിയും ഇല്ല, മെസ്സേജും ഇല്ല. ആളും നാഥനും ഇല്ലാത്തൊരു ഫോൺ അവിടെ കിടക്കുന്നുണ്ടോ? പിന്നെ അടികളാണ്, മത്സരബുദ്ധികളാണ്, തർക്കങ്ങളാണ്, കുറ്റപ്പെടുത്തലുകളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ജീവിതത്തിന്റെ ഏത് താളത്തിലും നമുക്ക് ഏത് സ്വഭാവങ്ങൾ മാറ്റാൻ, എന്ത് നേടിയെടുക്കാൻ. ഇപ്പൊ നമ്മുടെ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ദുസ്വഭാവമുള്ളവരാണ്, ഒരൊറ്റടിക്ക് ചേഞ്ച് വരണം എന്ന് വിചാരിച്ച് നമ്മൾ തല്ലും കുത്തും അതേപോലെ തന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. പതിയെ അവരുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി കുറച്ചൊക്കെ ക്ഷമിച്ചിട്ട് നമ്മള് ഒരു എന്താ പറയാ, നമ്മളൊരു ചെടി വളർത്തിയിട്ട് അതിങ്ങനെ മനോഹരമായി വളർന്നു വന്നിട്ട് അതിൽ നിന്ന് പൂക്കളോ അല്ലെങ്കിൽ പഴങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോഴൊരു സന്തോഷം എന്താ? അത് വളരെ ചെറുതായിരുന്നു, അതല്ലാതെ വലുതായി വളർന്നു വന്നൊരു ചെടിമേന്ന് പോയിട്ട് പൊട്ടിക്കുമ്പോൾ ഒരു സുഖം. അപ്പൊ നമ്മുടെ അധ്വാനം കൊണ്ട് അതല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം കൊണ്ട് ചേഞ്ച് വരുത്തിയിട്ട് അവരെ മാറ്റിയെടുക്കാം, നമുക്ക് മാറ്റാൻ കഴിയും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് നേടിയെടുക്കുവാനും ഏത് ചേഞ്ച് വരുത്തുവാനും 1% നിന്ന് തുടങ്ങുക. അതല്ലാതെ ഫസ്റ്റേ 100% ചേഞ്ച് വേണം, 100% എനിക്ക് പിന്നെ പഠനത്തിൽ വിജയിക്കണം, അതല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇപ്പൊ തന്നെ നടക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. പ്രകൃതി അങ്ങനെയല്ല കേട്ടോ. പ്രകൃതിക്ക് ഒരു റൂളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു താളമുണ്ട്. ആ താളത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളാവട്ടെ വിഷമങ്ങളാവട്ടെ എല്ലാത്തിനും ഒരു താളം വരാനുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുമ്പോഴും കാര്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുമ്പോഴും ക്ഷമയോടുകൂടി പതിയെ ഒന്ന് അതിനെ കയ്യിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. പെട്ടെന്ന് എനിക്കത് നേടണം ഇത് നേടണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ആള് കണ്ടില്ലേ വലിയ ആളാ, ഞാനിതാ പെട്ടെന്ന് വലിയ ആളാവിടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചാടി മരത്തിന്മേൽ കയറിയ ചിലപ്പോൾ നേരെ താഴ്ത്തിക്കണ്ട് വീഴാണ് ചെയ്യുക. പിന്നെ കയറാൻ പറ്റൂല.
അപകടത്തിൽ പെട്ടുപോകും, ശരീരം നശിക്കും, മനസ്സ് നശിക്കും. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ പലതും തുടങ്ങി വെച്ച് പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒന്നിനോടൊരു താല്പര്യം ഉണ്ടാവില്ല. എന്തിനാണ് ഇത്രയും നല്ലൊരു ഗ്രേറ്റ് ആയിട്ടുള്ള ലൈഫിൽ ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള നമ്മുടെ ചിന്തകളെ വെറുതെ നെഗറ്റീവിലോട്ടും അതേപോലെ തന്നെ ആർത്തിയിലേക്കും കൊണ്ടെത്തിച്ചുകൊണ്ട് ഒരിക്കലും ഒന്നും ആഗ്രഹിക്കാതെ എല്ലാം പാടെ ഒഴിഞ്ഞ് അല്ലെങ്കിൽ എല്ലാം മനസ്സിൽ നിന്ന് കൊണ്ടുപോയി മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അത് ശരിയല്ലല്ലോ. അപ്പൊ നമുക്ക് പതിയെ പതിയെ ഇൻഷാ അല്ലാഹ് ഘട്ടം ഘട്ടങ്ങളായിട്ട് ഏത് സ്വപ്നവും നേടിയെടുക്കാം, ഏത് സ്വഭാവവും മാറ്റിയെടുക്കാം, ഏത് ചേഞ്ച് നമുക്ക് വരുത്താം, ശാരീരികമായി മാനസികമായി. ഒന്ന് ശ്രമിച്ചു നോക്കുക ഇൻഷാ അല്ലാഹ്. ഒന്ന് ഷെയർ ചെയ്യുക. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാഖ് നിസാമി.